ഞാൻ മജീദ് മുത്തെടുത്ത്. ഒരു കുടുംബാന്തരീക്ഷത്തിൽ വ്യക്തിബന്ധങ്ങൾ ഊഷ്മളമാക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? പരസ്പര ബഹുമാനവും പരിഗണനയും നിലനിർത്തുക. അതായത് ഏറ്റവും ചെറിയ കുട്ടി മുതൽ മുതിർന്ന അംഗം വരെ താൻ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ വരാൻ ഇടയാകരുത്. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാൻ ഒരുപക്ഷെ സാധിച്ചെന്ന് വരില്ല. പക്ഷേ കുടുംബത്തിലെ ഒരാളെ അവഗണിക്കപ്പെടാൻ ഇടയാവുക എന്നത് മൊത്തം സമാധാനവും സ്വസ്ഥതയും തകർക്കുന്ന ഒരു സംഗതിയാണ്. ഒരു കാര്യം പറയാം. ഒരു അച്ഛനും അമ്മയും മകളും അടങ്ങുന്ന കുടുംബം. അച്ഛനും അമ്മയും ഉദ്യോഗസ്ഥരാണ്, മകൾ ബിരുദ വിദ്യാർത്ഥിയാണ്. ഇത് നടക്കുന്നത് മൊബൈൽ ഫോണിൽ ഇൻകമിംഗ് കോൾസിന് പോലും ചാർജ് ഈടാക്കുന്ന ഒരു കാലത്താണ്. ഒരു ദിവസം അച്ഛൻ്റെ ഫോണിലേക്ക് ഒരു സന്ദേശം വരുന്നു. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട 2 നമ്പർ സൗജന്യ സംസാരത്തിനുള്ള ടോൾ ഫ്രീ നമ്പറായിട്ട് ഉപയോഗിക്കാം. ഇഷ്ടപ്പെട്ട 2 നമ്പർ തിരഞ്ഞെടുക്കാം, സൗജന്യമായി സംസാരിക്കുന്ന സംവിധാനം ഉപയോഗിക്കാം. അദ്ദേഹം ആലോചിച്ചു നോക്കി, ഈ സേവനം തനിക്ക് പ്രയോജനപ്പെടുത്തണം. ഏറ്റവും കൂടുതൽ ആരോടാണ് സംസാരിക്കാറുള്ളത്? ഒന്ന് ഭാര്യയോടാണ്, മറ്റൊന്ന് മകളോടാണ്. അപ്പോൾ ടോൾ ഫ്രീ നമ്പറിന് 2 ആളുകളെ സെലക്ട് ചെയ്യാൻ അവസരം കിട്ടിയപ്പോൾ അദ്ദേഹം ഒന്ന് ഭാര്യയുടെ നമ്പർ തിരഞ്ഞെടുത്തു, മറ്റൊന്ന് മകളുടേത് തിരഞ്ഞെടുത്തു. സൗജന്യ സേവനം ലഭിച്ചത് തൊട്ട് അദ്ദേഹം ഫോണിലൂടെ ഭാര്യയോട് ഇഷ്ടം പോലെ സംസാരിക്കും. അവള് നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കും. നോക്ക്, നമ്മുടെ ഫോൺ ചാർജ് കൂടും, വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം. അതൊന്നും നീ പേടിക്കണ്ട, ഞാൻ മാനേജ് ചെയ്തോളൂ. താൻ ഭാര്യയോട് സൗജന്യമായിട്ടാണ് സംസാരിക്കുന്നത് എന്നത് അദ്ദേഹം മറച്ചു വെച്ചു. അതുപോലെ മകളോടും സംസാരിക്കും. ഇഷ്ടം പോലെ ഹോസ്റ്റലിലുള്ള കുട്ടിയെ വിളിച്ച് സംസാരിക്കും. അപ്പൊ കുട്ടിയും നിരുത്സാഹപ്പെടുത്താൻ ശ്രമിക്കുക. അച്ചാച്ച ഫോൺ ബില്ല് കൂടും, ബാക്കി വീട്ടിൽ വന്നിട്ട് സംസാരിക്കാം. അദ്ദേഹം പറയും, അതൊന്നും സാരമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം. ഇങ്ങനെ 10-15 ദിവസം കടന്നുപോയി. ഒരു ഞായറാഴ്ച ദിവസം 3 പേരും വീട്ടിലുണ്ട്. ഭർത്താവ് മെല്ലെ ഭാര്യയുടെ അടുത്ത് വന്ന് പറഞ്ഞു, എടോ, കുറച്ച് ദിവസമായിട്ട് ഞാൻ നിന്നോട് മൊബൈൽ ഫോണിലൂടെ ഒരുപാട് സംസാരിക്കുന്നില്ലേ? ഇന്നതാ സൂത്രം, നമുക്ക് ബില്ലൊന്നും വരൂല, ഞാൻ സൗജന്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഭാര്യ കൗതുകത്തോടെ അദ്ദേഹത്തെ നോക്കി, എന്നിട്ട് ചോദിച്ചു, ഇതാണോ വലിയ കാര്യം? ഈ പാക്കേജ് സൗജന്യ സേവനം ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് 2 മാസത്തോളായി. അദ്ദേഹം അവളെ സൂക്ഷിച്ചു നോക്കി, എന്നിട്ട് ചോദിച്ചു, ആവട്ടെ, ഏതൊക്കെ നമ്പറാണ് നീ സെലക്ട് ചെയ്തത്? ഒന്ന് എൻ്റെ ഓഫീസിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന കൂട്ടുകാരി, മറ്റൊന്ന് ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ചിരുന്ന എൻ്റെ മറ്റൊരു കൂട്ടുകാരി. അയാളുടെ മനസ്സൊന്ന് അയഞ്ഞു. എന്തോ ഒരു സങ്കടം അയാളെ കീഴടക്കി. താൻ ഭർത്താവായിരുന്നിട്ട് പോലും തൻ്റെ നമ്പർ ടോൾ ഫ്രീ നമ്പറായി അവള് സെലക്ട് ചെയ്തില്ലല്ലോ എന്നൊരു സങ്കടം അയാൾക്കുണ്ടായി. പക്ഷെ അവളുടെ മുമ്പിൽ അത് പ്രകടിപ്പിച്ചില്ല. നേരെ മുറിയിലിരിക്കുന്ന മകളുടെ അടുത്ത് വരുന്നു, മകളോട് പറയുന്നു, മോളെ, ഞാൻ നിന്നോട് കുറേ ദിവസമായില്ലേ ഫോണിലൂടെ ഇങ്ങനെ സംസാരിക്കുന്നു. അത് സൗജന്യമായിട്ടാണ്, ടോൾ ഫ്രീ നമ്പറാണ്, എനിക്ക് ചാർജ് ഒന്നും വരൂല, ഇഷ്ടമായിട്ട് സംസാരിക്കാം, ഇഷ്ടം പോലെ സംസാരിക്കാം. കുട്ടി അയാളെ സൂക്ഷിച്ചു നോക്കി, എന്നിട്ട് പറഞ്ഞു, ഇതാണോ വലിയ കാര്യം? 3-4 മാസമായിട്ട് ഈ ടോൾ ഫ്രീ നമ്പർ ഈ ടോൾ ഫ്രീ സൗജന്യം ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അയാളുടെ മനസ്സൊന്ന് പെടഞ്ഞു. ആവട്ടെ, നീ ഏതൊക്കെ നമ്പറാണ് തിരഞ്ഞെടുത്തത്? ഒന്ന് എൻ്റെ കസിൻ, മറ്റൊന്ന് എൻ്റെ കൂടെ പഠിക്കുന്ന എൻ്റെ ഹോസ്റ്റൽ മേറ്റ്. അയാളുടെ മനസ്സ് വീണ്ടും ശോകമായി. ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരായി
രണ്ടുപേരെ തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ ഒന്ന് ഞാൻ തിരഞ്ഞെടുത്തത് എൻ്റെ ഭാര്യയാണ്, മറ്റൊന്ന് എൻ്റെ മകളെയാണ്. ഈ രണ്ടുപേരും അതേ പരിഗണന തനിക്ക് നൽകിയില്ല. അത്രയും പ്രിയപ്പെട്ടവനായി തന്നെ അവർ തിരഞ്ഞെടുത്തിട്ടില്ല. അയാളുടെ മനസ്സ് വ്യാകുലമായി. അദ്ദേഹം അസ്വസ്ഥതയോടെ തൻ്റെ മുറിയിൽ പോയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അല്പനേരം കഴിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു ഫോൺ കോൾ ലഭിക്കുന്നു. ഫോൺ എടുത്തു നോക്കി. വീട്ടിൽ നിന്ന് അച്ഛനാണ്, ദൂരെ ഗ്രാമത്തിൽ നിന്ന്. ഫോൺ എടുത്ത ഉടനെ അച്ഛൻ പറഞ്ഞു, മോനെ, ഇന്ന് തൊട്ട് ഞാൻ നിന്നോട് സൗജന്യമായിട്ടാണ് സംസാരിക്കുന്നത്. ടെലിഫോൺ കമ്പനി ഇങ്ങനെ ഒരു സൗജന്യ നമ്പർ തിരഞ്ഞെടുക്കാൻ അവസരം തന്നപ്പോൾ ഒന്ന് ഞാൻ തിരഞ്ഞെടുത്തത് മോന്റെ നമ്പറാണ്. ഇനി അങ്ങോട്ട് നമുക്ക് സൗജന്യമായിട്ട് സംസാരിക്കാം. അയാളുടെ മനസ്സ് വീണ്ടും ഒന്ന് അയഞ്ഞു. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അയാളുടെ ഫോണിലേക്ക് മറ്റൊരു കോൾ വരുന്നു. ഹൈദരാബാദ് നഗരത്തിൽ നിന്ന് ജ്യേഷ്ഠ സഹോദരനാണ്. തന്നെ പഠിപ്പിക്കാനും ജോലി വാങ്ങിത്തരാനും തന്നെ വിവാഹം കഴിപ്പിക്കാനും ഒക്കെ ഒരുപാട് സഹായിച്ച ജ്യേഷ്ഠൻ. അദ്ദേഹം പറയുന്നു, അനിയ, ഇനി അങ്ങോട്ട് നിന്നോട് ഞാൻ സൗജന്യമായിട്ടാണ് സംസാരിക്കുക. ഫോൺ കമ്പനി ഇങ്ങനെ ഒരു സേവനം തന്നപ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് ഒന്ന് നിന്നെയാണ്. നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അയാൾ സന്തോഷം കൊണ്ട് തൻ്റെ മനസ്സ് നിയന്ത്രിക്കാനാവാതെ ഒന്ന് കരഞ്ഞു. കാരണം ഈ ലോകത്ത് ഏറ്റവും പ്രിയപ്പെട്ടവരായി രണ്ടുപേരെ തിരഞ്ഞെടുക്കാൻ അവസരം കിട്ടിയപ്പോൾ കഷ്ടപ്പെട്ട് പോറ്റി വളർത്തിയ അച്ഛനെ ഞാൻ മറന്നുപോയിട്ടുണ്ട്. ജീവിതത്തിന്റെ പകുതിയും തനിക്ക് വേണ്ടി ജീവിച്ച ജ്യേഷ്ഠനെ മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഭാര്യയും കുട്ടിയും തൻ്റെ നമ്പർ ഇഷ്ടപ്പെട്ട നമ്പറായി തിരഞ്ഞെടുക്കാൻ കഴിയാതിരുന്നതിൽ, വിട്ടുപോയതിൽ ഒരു സങ്കടത്തിനും കാര്യമില്ല. അവർ തന്നെ പരിഗണിക്കാതിരുന്നതല്ല, അഥവാ അവഗണിച്ചതല്ല. എല്ലാവരെയും ഒരുപോലെ പരിഗണിക്കാൻ ആർക്കും കഴിയില്ല എന്ന ഒരു പൊതുതത്വം അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാവുന്നു. അദ്ദേഹം പഴയതുപോലെ ഭാര്യയോടും കുട്ടിയോടും സൗഹാർദ്ദത്തിൽ, സ്നേഹത്തിൽ ഇടപഴകുന്നു. മനസ്സിലുണ്ടായ ക്ലേശം കെട്ടടങ്ങുന്നു. ഈ കഥ നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണപാഠം, ഒരു വീട്ടിൽ 8 പേരുണ്ടെന്ന് കരുതുക. 8 പേരെയും ഒരുപോലെ പരിഗണിക്കാൻ ആർക്കും കഴിയില്ല. ഏറ്റവും മുതിർന്നവരുണ്ട്, മുത്തശ്ശൻ, മുത്തശ്ശി, അതിനു താഴെ അച്ഛൻ, അമ്മ, കുട്ടികൾ, പേരക്കുട്ടികൾ, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാൽ താൻ അവഗണിക്കപ്പെടുന്നു എന്ന തോന്നൽ ഒരു കുടുംബാംഗത്തിന് ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് മൊത്തം കുടുംബാന്തരീക്ഷത്തിലെ സ്വസ്ഥതയും സമാധാനവുമാണ് തകർക്കുക. അതുകൊണ്ട് തന്നെ നിത്യേന ആളുകൾ തമ്മിൽ, കുടുംബത്തിൽ താമസിക്കുന്ന അംഗങ്ങൾ തമ്മിൽ ഒരു സംസാരം, ഇടപഴകൽ, ഒരു ഷെയറിങ് നിർബന്ധമാണ്. ഇത് താൻ തൻ്റെ കുടുംബത്തിൽ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് എന്ന തോന്നൽ കൊച്ചുകുട്ടികളിലടക്കം നിരന്തരം നിലനിർത്തി കൊണ്ടുപോരണം. ഒരു ഉദാഹരണം കൂടെ നോക്കൂ. ഒരു ഭർത്താവ്, ഭാര്യയും 2 കുട്ടികളുണ്ട്. അയാളുടെ അച്ഛനും അമ്മയും ആ കുടുംബത്തിൽ തന്നെ താമസിക്കുന്നു. അദ്ദേഹം വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരികയാണ്. ആ ദിവസത്തേക്കുള്ള ഭക്ഷണ സാധനങ്ങൾ ഒക്കെ ഒരു സഞ്ചി നിറയെ വാങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ 8ഉം 10ഉം വയസ്സായ 2 കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. പ്രായമായ അച്ഛനും അമ്മയും ഭാര്യയുമുണ്ട്. വീട്ടിലേക്ക് കയറി വരുന്ന അദ്ദേഹം താൻ വാങ്ങിച്ചു കൊണ്ടുവന്ന സഞ്ചി, പലഹാരങ്ങളും പഴവർഗ്ഗങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന സഞ്ചി നേരെ അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന മറ്റൊരു പൊതിയെടുത്ത് അച്ഛൻ്റെ കയ്യിലേക്കും കൊടുക്കുന്നു. താൻ പ്രിയപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നത് തൻ്റെ പ്രിയപ്പെട്ട മകൻ തൻ്റെ കയ്യിലേക്കാണ് തന്നത് എന്ന് അമ്മയും അച്ഛനും കരുതും. ഇവിടെ പ്രത്യേകത, ഈ പഴവർഗ്ഗങ്ങളും മത്സ്യ മാംസാദികളൊക്കെ ഈ അച്ഛനും അമ്മയും അല്ല കൂടുതൽ കഴിക്കുക. അവരത് വെച്ചുണ്ടാക്കി തൻ്റെ മക്കൾക്ക് കൊടുക്കുന്നതിലായിരിക്കും അവർ തൃപ്തി കണ്ടെത്തുക. കാരണം പ്രായമായപ്പോൾ അവർക്ക് ഈ ഭക്ഷണങ്ങളൊന്നും വേണ്ട. എന്നാൽ തൻ്റെ കയ്യിലേക്ക് അത് നൽകി എന്നുള്ളത്, താൻ ഇപ്പോഴും പ്രിയപ്പെട്ടവളായി
പ്രിയപ്പെട്ട അമ്മയായി തന്നെ പരിഗണിക്കുന്നു എന്ന തോന്നൽ ആ അമ്മയിൽ വരുത്തുകയാണ് വേണ്ടത്. തൻ്റെ കുട്ടികൾക്കായിരിക്കും ആ അമ്മ ആ ഭക്ഷണം, ആ ഫ്രൂട്ട്സ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക. അവർ കഴിക്കുകയല്ല ചെയ്യുക. അതേ സമയത്ത് വരുന്ന നേരം ഈ അച്ഛനമ്മയും കോലായിൽ ഇരിക്കെ അവരെ പരിഗണിക്കാതെ ഈ പ്രിയപ്പെട്ട് വാങ്ങിയ കാര്യങ്ങളൊക്കെ ഭാര്യയിലേക്കോ കുട്ടികളിലേക്കോ നൽകുമ്പോൾ താൻ അവഗണിക്കപ്പെടുന്നു എന്ന ഒരു തോന്നൽ സ്വാഭാവികമായും മുതിർന്ന അംഗങ്ങൾക്കിടയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ സമാപിപ്പിക്കുകയാണ്. ഒരു കാര്യമേ പറയുന്നുള്ളൂ. കുടുംബാംഗങ്ങൾക്കിടയിലുള്ള പരസ്പര ബഹുമാനവും അവനവൻ പരിഗണിക്കപ്പെടുന്നു എന്ന തോന്നലുമാണ് ഏതൊരു വ്യത്യസ്ത സാഹചര്യത്തെയും അനുകൂലമായി നേരിടുക